ബിഷപ്പ് ഫ്രാങ്കോയുടെ രാജിയുമായി ബന്ധപ്പെട്ട ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ബിഷപ്പ് ഫ്രാങ്കോയുടെ രാജി ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു. സഭ ആരെയും നിർദ്ദയം കുറ്റം വിധിക്കുന്നില്ല. കോടതിയുടെ നിയമപരമായ നിഗമനങ്ങൾ പരിഗണിക്കാതിരിക്കുന്നുമില്ല. എങ്കിലും സഭ അതിന്റെ നിലപാടുകളിൽ കുറ്റമറ്റതെന്ന് ബോധ്യമാകും വിധം ഉപരിനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോയുടെ നിരപരാധിത്വം നിയമപരമായി തെളിയിക്കപ്പെടേണ്ട ഒരു നിയമ പ്രശ്നമാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതും നിയമവ്യവഹാരങ്ങളിലേക്കും നിയമ നടപടികളിലേക്കും എത്തിച്ചതും സഭയ്ക്കുള്ളിലുള്ളവർ തന്നെയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം നിയമപരമായി തെളിയിക്കപ്പെടുക എന്നതിനർത്ഥം അദ്ദേഹത്തിനെതിരെ ആരോപണമുന്നയിച്ചവരുടെ ലക്ഷ്യങ്ങളും താൽപര്യങ്ങളും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുകൂടിയാണ്. ആരോപണമുന്നയിച്ചവർ സഭയിൽ വ്രതബദ്ധമായ ജീവിതം നയിച്ചിരുന്നവരാണ് എന്നത് ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിലും സർക്കാരും ആരോപണമുന്നയിച്ചവരും ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയും സുപ്രീംകോടതിയും മുറപ്രകാരം കേസ് പരിഗണിച്ച് അന്തിമവിധി പറയുമ്പോഴേക്കും ഇരുകൂട്ടരുടെയും മനുഷ്യായുസ് മിക്കവാറും പര്യവസാനിച്ചിരിക്കും. ആത്യന്തികമായി ആരും വിജയിക്കുക എളുപ്പമല്ല. ആന്തരിക വൈരുദ്ധ്യങ്ങളിൽ നിന്നും വൈരനിര്യാതന ബുദ്ധിയിൽ നിന്നും ഉടലെടുക്കുന്ന ഇത്തരം ആരോപണങ്ങളും നിയമപോരാട്ടങ്ങളും സഭയെ ശക്തിപ്പെടുത്തുകയോ സമൂഹത്തിന് സന്മാതൃക സമ്മാനിക്കുകയോ ചെയ്യുമെന്ന് കരുതാനുമാകില്ല. സെൽഫ് ഡിഫീറ്റ് ആൻഡ് സെൽഫ് ഡിസ്ട്രക്ഷൻ, അതാകും അന്തിമഫലം എന്ന യാഥാർത്ഥ്യം മറനീക്കി പുറത്തുവരുന്നു. കാരുണ്യത്തിലൂടെ വീണ്ടെടുക്കാൻ പരാജയപ്പെടുന്നിടത്ത് സാത്താൻ സർവനാശത്തിന്റെ വിത്തുകൾ വിതച്ച് മുളപ്പിക്കും. അതിന് വെള്ളം കോരുന്ന ആരും അന്തിമമായി വിജയിക്കുകയുമില്ല. എല്ലാവരെയും ഒരുപോലെ പരാജയപ്പെടുത്തുന്നിടത്താണ് തിന്മയുടെ ശക്തി വിജയം കൈവരിക്കുന്നത്. ഇവിടെയും അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. ഇത്തരം അനുഭവങ്ങൾ സഭാഗാത്രത്തിൽ ഒരു മുള്ളുപോലെ കുത്തിക്കയറി മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ബിഷപ്പ് ഫ്രാങ്കോയോ ആരോപണമുന്നയിച്ച സമർപ്പിതകളോ അവരെ വളർത്തി വലുതാക്കിയ സഭയോ ഇക്കാര്യത്തിൽ ആഹ്ലാദിക്കാൻ യോഗ്യരല്ല. എല്ലാവർക്കും ഇത് സങ്കടകരമാണ്. സഭയുടെ തകർച്ച ആഗ്രഹിക്കുന്നവർ മാത്രമാണ് പക്ഷം ചേർന്ന് ആഹ്ലാദിക്കുന്നത്. സഭയുടെ നന്മ കണക്കിലെടുത്തുകൊണ്ട് നിരപരാധിയെന്ന് കോടതി വിധിച്ചയാളെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയും അദ്ദേഹത്തിനെതിരെ ആരോപണമുന്നയിച്ചവർക്ക് നിയമപരമായ മാർഗത്തിലൂടെ അവരുടെ ആരോപണം തെളിയിക്കാനുള്ള അവസരം നൽകിക്കൊണ്ടും ജലന്ധർ രൂപതയ്ക്ക് പുതിയൊരു മെത്രാനെ നൽകാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടും ബിഷപ്പ് ഫ്രാങ്കോയുടെ രാജി സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ രൂപതാഭരണം സംബന്ധിച്ച അപ്പസ്തോലിക ചുമതലകളിൽ നിന്നും നീക്കിയിരിക്കുന്നു. നല്ലത്. നടപടി സഭയിൽ സമാധാനമുണ്ടാക്കട്ടെ. സഭയിലെ ആനുകാലിക പ്രതിസന്ധികളിൽ ഒരു മുന്നറിയിപ്പും താക്കീതുമായി ഭവിക്കുകയും ചെയ്യട്ടെ.